നമസ്കാരം. മലയാള സിനിമയുടെ ഗതി മാറ്റിവിട്ട സിനിമയാണ് ബിഗ് ബി. അമൽ നീരദ് സംവിധാനം ചെയ്യുകയും മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമായ ബിലാലിനെ അവതരിപ്പിക്കുകയും ചെയ്ത ബിഗ് ബി സാങ്കേതിക മികവുകൊണ്ട് ഗംഭീരമായിരുന്നുവെങ്കിലും തിയേറ്ററിൽ അത്രമാത്രം പ്രകമ്പനമുണ്ടാക്കാൻ ബിഗ് ബിക്ക് കഴിഞ്ഞില്ല, അത്രമാത്രം വിജയവുമായിരുന്നില്ല. എന്നാൽ മമ്മൂട്ടി അവതരിപ്പിച്ച ബിലാൽ എന്ന കഥാപാത്രം പിന്നീട് യുവതലമുറ ഏറ്റെടുക്കുകയും അതിലെ കഥാപാത്രങ്ങൾ അനശ്വരമാക്കുകയും ചെയ്തു. അതോടുകൂടിയാണ് 2017 അമൽ നീരദും മമ്മൂട്ടിയും ചേർന്ന് ബിലാൽ എന്ന പേരിലൊരു സിനിമ സംവിധാനം ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അതിൻ്റെ ടെക്നീഷ്യന്മാരെയും സാങ്കേതിക പ്രവർത്തകരെയും ഒക്കെ തീരുമാനിച്ച് ചിത്രീകരണം നിശ്ചയിച്ച സമയത്താണ് കോവിഡ് എന്ന മഹാവില്ലൻ രംഗപ്രവേശം ചെയ്യുന്നത്. അതോടുകൂടി ബിലാൽ എന്ന സിനിമ അവിടെ അവസാനിക്കുകയും ചെയ്തു. പിന്നീട് മമ്മൂട്ടിയും അതുപോലെ തന്നെ അമൽ നീരദും ചേർന്ന് അവരൊരുമിച്ച ഭീഷ്മപർവം എന്ന സിനിമ വലിയ തോതിൽ ഹിറ്റായി മാറുകയും ചെയ്തു. എന്നാൽ ഭീഷ്മപർവത്തിന് മുമ്പ് തന്നെ ബിലാൽ നടക്കേണ്ടതായിരുന്നു എന്നാണ് മമത മോഹൻദാസ് പറയുന്നത്. ഇപ്പോൾ അവരഭിനയിച്ച പുതിയ സിനിമ മഹാരാജയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ് മീറ്റിലാണ് മമത ഇക്കാര്യം പറഞ്ഞത്. ബിലാൽ അന്ന് ഇറങ്ങിയിരുന്നുവെങ്കിൽ അതൊരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി മാറിയനെ. അത്രമാത്രം ജനങ്ങൾ ഏറ്റെടുത്തതാണ് ബിലാലിൻ്റെ ഓരോ ഡയലോഗുകളും. അതുകൊണ്ട് തന്നെ അത് നടക്കാതെ പോയത് വലിയ സങ്കടമായി എന്നും മമത പറയുന്നു. ഇനി ബിലാൽ എന്ന സിനിമ നടക്കുമോ എന്ന് അറിയില്ല എന്നും നടി കൂട്ടിച്ചേർക്കുന്നു.